ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ ഒരു സീരീസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഓരോ ടോപ്പിക്കിൽ നിന്നും 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇതിൽ എല്ലാം തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസും SSC പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതാണ്. ആൻഡ് ഓരോ ടോപ്പിക്കിലും 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ 100 ക്വസ്റ്റ്യൻസ് ഒറ്റ വീഡിയോയിൽ ഷെയർ ചെയ്യുമ്പോൾ ലെങ്ത് കുറച്ച് കൂടി പോകും. അതുകൊണ്ട് തന്നെ ഓരോ വീഡിയോയിലും 25 ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ വീഡിയോയിൽ ടൈം ആൻഡ് വർക്ക് ആ ഒരു ടോപ്പിക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാനാണ് ഒരു പ്ലാൻ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ വേണ്ടത് അത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് നെക്സ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ആൻഡ് ഈ ഒരു സീരീസ് തമിഴ് ആൻഡ് മലയാളം 2 ലാംഗ്വേജിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് യൂസ് ചെയ്തിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ പാർട്ട് 1 ആൻഡ് ഈ സീരീസിലുള്ള ഫസ്റ്റ് വീഡിയോ. ഇതിൽ ടൈം ആൻഡ് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള 25 ക്വസ്റ്റ്യൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: A can do a piece of work in 20 days. B is 25% more efficient than A. The number of days taken by B to do the same piece of work is. ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഡേറ്റാസാണ്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. ആൻഡ് ബി ഇസ് 25% മോർ എഫിഷ്യൻറ്റ് ദൻ എ. ഇത് 2 ഡേറ്റാസാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ ബി ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഷോർട്ട് ട്രിക്ക് പോലെ ഉണ്ട്. അത് മാത്രം നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇത് എ, ഇത് ബി. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. ബി ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അത് എക്സ് ആയിട്ട് എടുക്കാം. ബി ഈസ് 25% മോർ എഫിഷ്യൻ്റ് അല്ലേ? ബി ഈസ് 25% മോർ എഫിഷ്യൻറ്റ് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബിക്ക് 100% കൊടുക്കാം. അപ്പോൾ ബി ഈസ് 25% അല്ലേ മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ എക്ക് 100 + 25 125% ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ കൊടുത്താൽ മതി. നമുക്ക് ഹാഫ് സൊല്യൂഷൻ കിട്ടി. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 20 × 100% ഈക്വൽ ടു എക്സ് ഇൻറ്റു 125%. ഇത് ബിഗിനേഴ്സ് ആണെങ്കിൽ ഇതൊക്കെ എഴുതിയിട്ട് വേണം എഴുതാൻ. അല്ല എക്സ്പേർട്സ് ആണെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ഈ ഫോർമുല എഴുതി ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൽ പെർസെൻറ്റേജ് ആൻഡ് പെർസെൻറ്റേജ് ക്യാൻസൽ ആവും. ഈ 25 വെച്ച് ക്യാൻസൽ ചെയ്യാം. 4 ആൻഡ് 125 5 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 25. ഇനി 25 100 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 4 × 4 16 ഈക്വൽ ടു എക്സ്. എക്സ് ആണ് നമ്മൾ ബി വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേയ്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ബി ഈക്വൽ ടു 16 ഡേയ്സ്. ബി ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 16 ഡേയ്സ് എടുക്കും. നെക്സ്റ്റ് വണ്ണും അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എ ക്യാൻ ഡു എ വർക്ക് ഇൻ 12 ഡേയ്സ്. B is 60% more efficient than A. In how many days will B complete the work? ഇതിൽ പറഞ്ഞിട്ടുണ്ട് എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കും. പിന്നെ B is 60% more efficient than A. അപ്പോൾ നമ്മൾ ബി എത്ര ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഇതിൽ തന്നിരിക്കുന്ന ഡേറ്റാസ് ഒന്ന് നമ്മൾ എഴുതിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ഫോർമുല ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം പോലത്തെ വരച്ചില്ല, ആരോ മാർക്കിട്ട്, അത് മാത്രം എഴുതിയാൽ മതി. നമുക്ക് സൊല്യൂഷൻ കിട്ടും. ഈ 2 ഡേറ്റാസാണ് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത്. എ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കും. ബി 60% മോർ എഫിഷ്യൻറ്റ് ദൻ എ ആണ്. അപ്പോൾ എ ബി രണ്ടും എഴുതി. എ 12 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബിയുടെ നമുക്ക് അറിയത്തില്ല. ബി ഈസ് 60% മോർ എഫിഷ്യൻറ്റ് ദൻ എ. അപ്പോൾ ബി ആണ് നമ്മൾ 100% ആയിട്ട് എടുക്കേണ്ടത്. എ നമ്മൾ 160% ആയിട്ട് എടുക്കാം. 100 + 60 ആണ് 160%. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പെർസെൻറ്റേജ് ഇടണമെന്നില്ല, ബിക്കോസ് പെർസെൻറ്റേജ് ക്യാൻസലായി പോവും. അപ്പോൾ 100 × 12 ഈക്വൽ ടു എക്സ് ഇൻറ്റു 160. 0 0 ക്യാൻസൽ ചെയ്യാം. 3 4s are 12, 4 4s are 16. അപ്പോൾ ഇത് 2 വെച്ച് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 2 5. അപ്പോൾ 15 ഈക്വൽ ടു 2x. അപ്പോൾ x is equal to 15 divided by 2. ഈ 15 divided by 2 ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിൽ ഇങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനേക്കാളും സിംപ്ലിഫൈ ചെയ്തിട്ടാണോ ഉള്ളത് എന്ന് നോക്കണം. സിംപ്ലിഫൈഡ് ആണെങ്കിൽ ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഡയറക്റ്റ് എഴുതിയാൽ മതി. അപ്പോൾ 15 2 വെച്ച് ചെയ്യുമ്പോൾ 7 2s are 14, ബാലൻസ് 1. അപ്പോൾ 0.5 7.5 ആണ് ഇതിൻ്റെ മീനിങ്. ഇപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് എഴുതിയില്ലെങ്കിൽ 7 1 divided by 2 7 1/2 ഡേയ്സിൽ
ബി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് ആൻസർ. ഇപ്പോൾ ഈ ഒരു ഡിവിഷനിൽ നിന്ന് ഇങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ കൊണ്ടുവരണം എന്ന് നോക്കാം. 15/2 അല്ലേ? ഇപ്പോൾ 15 7 2s ഉണ്ട്, 14 ആണ്, റിമൈൻഡർ 1. ഈ റിമൈൻഡർ ഇതിന് കൂടുതൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യാൻ പാടില്ല. നമുക്ക് ആൻസർ ഇവിടെ ഏതാണോ കിട്ടിയിരിക്കുന്നത് അത് എഴുതണം. പിന്നെ റിമൈൻഡർ ഏതാണോ അത് സൈഡിൽ എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ നമ്മൾ ഏത് നമ്പർ വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് അത് താഴെ എഴുതിയാൽ മതി ഇങ്ങനെ. അപ്പോൾ ഇതായിരിക്കും ആൻസർ. മോസ്റ്റ്ലി എല്ലാ എക്സാംസിലും ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് തരുന്നത്. ചില ക്വസ്റ്റനിൽ മാത്രം ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് എങ്ങനെയാണോ ഉള്ളത് അത് ബേസ് ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, എ ക്യാൻ ഫിനിഷ് എ വർക്ക് ഇൻ 24 days, ബി ഇൻ 9 days ആൻഡ് സി ഇൻ 12 days. B and C start the work but are forced to leave after 3 days. The remaining work was done by A in how much days? അപ്പോൾ ഇതിൽ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 24 days എടുക്കും, ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 days എടുക്കും, സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days എടുക്കും. ബിയും സി ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്, ബട്ട് 3 days കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും പോയി. ബാലൻസ് വർക്ക് എ മാത്രമാണ് ചെയ്തത്. അപ്പോൾ റിമൈനിങ് വർക്ക് ചെയ്യാൻ എക്ക് എടുത്ത സമയം എത്രയാണ്, എത്ര ഡേയ്സ് കൊണ്ടാണ് എ ഇത് കംപ്ലീറ്റ് ആക്കിയെന്നാണ് നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ 24 days കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എയുടെ 1 day വർക്കാണ് 1/24. എല്ലാ ക്വസ്റ്റനിലും ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇപ്പോൾ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്സ് ഡേയ്സ് എടുക്കുമെങ്കിൽ എയുടെ 1 day വർക്ക് 1/x ആയിരിക്കും. അതേപോലെ ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 days എടുക്കും. അപ്പോൾ ബിയുടെ 1 day വർക്കാണ് 1/9. സോ സെയിം സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days എടുക്കും. അപ്പോൾ സിയുടെ 1 day വർക്ക് 1/12 ആണ്. ഇനി ബിയും സിയും കൂടെ ചേർന്നിട്ട് 3 days വർക്ക് ചെയ്തു. 3 days വർക്ക് ചെയ്തിട്ട് രണ്ടുപേരും ലീവായി. ബാലൻസ് ഉള്ള വർക്ക് ഇ ആണ് ചെയ്തത്. അപ്പോൾ ബിയും സിയും ചേർന്നിട്ട് 1 ഡേയിൽ എത്ര വർക്ക് ചെയ്യുമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. പിന്നെ അതിൻ്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവർ കംപ്ലീറ്റ് ചെയ്ത് വർക്കിൻ്റെ ആ ഒരു വാല്യൂ കിട്ടും. അത് നമ്മൾ 1ൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ റിമൈനിങ് എ ചെയ്ത വർക്കിൻ്റെ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. ബി ആൻഡ് സി ഒരു ഡേയിൽ എത്ര വർക്കാണ് കംപ്ലീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ബിയുടെ 1 day വർക്കാണ് 1/9. അപ്പോൾ 1/9 ആൻഡ് സിയുടെ 1 day വർക്കാണ് 1/12. ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ LCM നമുക്ക് 36 ആയിട്ട് എടുക്കാം. 4 × 9 ആണ് 36 പ്ലസ് 3 × 12 ആണ് 36. അപ്പോൾ 3 which is equal to 7/36. അപ്പോൾ ബിയുടെയും സിയുടെയും 1 day വർക്ക് 7/36 ആണ്. അപ്പോൾ അവർ 3 days ചെയ്തില്ല. അപ്പോൾ ഇത് നമ്മൾ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 12 3s are 36. അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്താൽ 7/12 വർക്കാണ് ബിയും സിയും ചേർന്നിട്ട് 3 daysൽ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയായിരിക്കും? എപ്പോഴും വർക്ക് ഇത്ര എന്ന് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ടോട്ടൽ വർക്ക് 1 ആയിട്ട് എടുക്കണം. ഈ 1ൽ 7/12 വർക്ക് ബിയും സിയും കൂടെ ചേർന്ന് ചെയ്തു. അപ്പം -7/12 ഇതാണ് റിമൈനിങ് വർക്ക്. റിമൈനിങ് ഈക്വൽ ടു 1 - 7/12. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 12 - 7/12 കിട്ടും. ഈക്വൽ ടു 5/12. 5/12 റിമൈനിങ് 5/12 വർക്കാണ് എ ചെയ്തത്. അപ്പോൾ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എയുടെ 1 day വർക്ക് 1/24 ആണ്. 1/24 വെച്ചിട്ട് എക്സ് ഡേയ്സ് ചെയ്തപ്പോൾ എ 5/12 വർക്ക് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങോട്ട് എടുത്താൽ മതി. അപ്പോൾ 5/12 × 24 / 1 ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 10 days കൊണ്ട് റിമൈനിങ് വർക്ക് എ കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ ഈ ഫോർമുല ഞാൻ ഡിറൈവ് ചെയ്തില്ലേ, ഇത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് 1 day വർക്കാണ്. എ എത്ര ഡേയ്സ് ചെയ്തു എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ x നമ്പർ ഓഫ് ഡേയ്സ് ചെയ്യുമ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി 5/12 വർക്ക്. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. എക്സ് ആണ് എ കംപ്ലീറ്റ് ചെയ്ത വർക്കിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ്. Fourth question, A can do a work in 12 days and B can do the same in 36 days. With C, they can do the job in 8 days. So, C can do the job in. അപ്പോൾ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days എടുക്കും. അപ്പോൾ എയുടെ 1 day വർക്കാണ് 1/12. പിന്നെ ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 36 days എടുക്കും. അപ്പോൾ ബിയുടെ 1 day വർക്കാണ് 1/36. സിയുടെ നമുക്കറിയത്തില്ല. ഈ 3 ചേർന്നിട്ട് എ ബി ആൻഡ് സി ഇത് 3 ചേർന്നിട്ട് ഒരു വർക്ക് 8 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ 3 ആൾക്കാരും ചേർന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ
അവരുടെ 1 ഡേ വർക്ക് 1/8 ആയിരിക്കും. ഇനി ഈ A + B + C യിലെ ഈ ഫോർമുലയിൽ ഈ വാല്യൂസ് ഒന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A + B + C = 1/12 + 1/36 പ്ലസ് സിയുടെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫോർ സപ്പോസ് സി എക്സ് ഡേയ്സിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വയ്ക്കാം. അപ്പോൾ സിയുടെ 1 ഡേ വർക്ക് എത്രയായിരിക്കും? 1/x. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 1/8. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിൻ്റെ LCM 72 ആയിട്ട് എടുക്കാം. 8, 12, 36 ഇതിൻ്റെ LCM 72 ആണ്. 8 × 9 ആണ് 72. 9 - 12 × 6 ആണ് 72. പിന്നെ 36 × 2 ആണ് 72. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുമ്പോൾ 9 - 6 3 ആണ്. 3 - 2 1. അപ്പോൾ 1/x = 1/72. അപ്പോൾ സിയുടെ 1 ഡേ വർക്ക് 1/72 ആണ്. അപ്പോൾ സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 72 ഡേയ്സ് എടുക്കും. ഇതാണ് ആൻസർ. 5th question. P is thrice as good as workman as Q and therefore is able to finish a job in 60 days less than Q. Working together, they can do it in. Okay, ഇതിൽ P is thrice as good as Q എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ P ക്യൂവിനേക്കാളും 60 days ഏർലിയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലൊരു ചെറിയ ഷോർട്ട് കട്ടുണ്ട്. ആ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. PQ ഇതിൽ എഫിഷ്യൻസി വെച്ച് പറയുവാണെങ്കിൽ ക്യൂ ഇപ്പോൾ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് P 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ഇത് ടൈം വെച്ചിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ P ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 1 ഡേ എടുക്കുകയാണെങ്കിൽ ക്യൂ ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 3 ഡേയ്സ് എടുക്കും. അപ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ടൈം ഇതിൽ 60 ഡേയ്സ് ലെസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടിനും നടുക്കുള്ളത് 2 ആണ്. അപ്പോൾ P 1 ഡേയിൽ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ Q അത് 3 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ഇത് രണ്ടിനും നടുക്ക് 2 ആണുള്ളത്. P ഫിനിഷസ് ജോബ് ലെസ് ദാൻ 60 ഡേയ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഉള്ളിടത്ത് നമുക്ക് 60 ഡേയ്സ് ഇടാം. അപ്പോൾ 2 × സംതിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് 60 കിട്ടുന്നത്. അപ്പോൾ x = 60/2 = 30. അപ്പോൾ x 30 ആണ്. അപ്പോൾ 30 ഇവിടെ 30 × 1 = 30. 30 × 2 = 60. പിന്നെ 30 × 3 = 90. അപ്പോൾ Q ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 90 ഡേയ്സ് എടുക്കും. P ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. അതാണ് 60 ഡേയ്സ് ഡിഫറൻസ്. ഇനി 90 ഡേയ്സിൽ Q ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്ന് നമുക്ക് അറിഞ്ഞു. ഇനിയുള്ളത് ഇതിൻ്റെ എഫിഷ്യൻസി നോക്കണം. 3 + 1 4 ആണ് ഇവരുടെ ടോട്ടൽ എഫിഷ്യൻസി. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 90/4 ഡേയ്സ് എടുക്കും. അപ്പോൾ 90/4 = 2, 8, 10ൽ 2 4s ഉണ്ട്. 8, 20, 20ൽ 0.5. അപ്പോൾ 22.5 ഡേയ്സിൽ ഈ ഒരു വർക്ക് ഇവർ രണ്ടുപേരും ചേർന്നിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 22.5 ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ 22 1/2 എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ 0 ഇട്ട് ചെയ്തില്ലെങ്കിൽ ഇവിടെ 22 ആയിരിക്കും. റിമൈൻഡർ നമുക്ക് 2 കിട്ടും. അപ്പോൾ 22 2/4 ആണ് ആൻസർ. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 22 1/2 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. 6th question. A and B can do a work in 12 and 18 days respectively. They worked together for 4 days, after which B was replaced by C and the remaining work was completed by A and C in the next 4 days. In how many days will C alone complete 50% of the same work? ഇതിൽ കൊടുത്തിട്ടുള്ളത് A 12 ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ B 18 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എയും ബിയും ചേർന്നിട്ട് 4 ഡേയ്സ് ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 4 ഡേയ്സ് ഒരു വർക്ക് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് B C വെച്ചിട്ട് റിപ്ലേസ് ചെയ്തു. ബീനെ മാറ്റിയിട്ട് അവിടെ സീനെ കൊണ്ടുവന്നു. പിന്നെ എയും സിയും ചേർന്നിട്ടാണ് ബാലൻസ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇൻ 4 ഡേയ്സ്. അപ്പോൾ ഈ സി മാത്രം ചെയ്താൽ ഇതിൽ 50% ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ആദ്യം നമ്മൾ ബിയും എയും ചേർന്നിട്ട് എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെയുള്ള റിമൈനിങ് വർക്കാണ് എയും സിയും ചേർന്നിട്ട് ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സിയുടെ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് 50% ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എയും ബിയും 4 ഡേയ്സ് ആണ്. എയുടെ 1 ഡേ വർക്ക് 1/12 ആണ്. പ്ലസ് ബിയുടെ 1 ഡേ വർക്ക് 1/18 ആണ്. ഇത് അവർ 4 ഡേയ്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് നമ്മൾ 36
LCM എടുക്കാം. 12 ഇൻറ്റു 3 ആണ് 36. 3 + 18 ഇൻറ്റു 2 36 ആണ്. ഇൻറ്റു 4. അപ്പോൾ 5/36 ഇൻറ്റു 4 എന്ന് കിട്ടും. 4ഉം 36 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 5/9. 5/9 വർക്ക് ബിയും എയും ചേർന്നിട്ട് കംപ്ലീറ്റ് ചെയ്തു. റിമൈനിങ് ഈക്വൽ ടു 1 - 5/9. അപ്പോൾ 9 - 5 4 ആണ്. റിമൈനിങ് 4/9 വർക്കുണ്ട്. ഈ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എയും സിയും ചേർന്നിട്ടാണ്. അത് 4 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എയുടെ അറിയാം. എയുടെ 1 ഡേ വർക്ക് 1/12 ആണ്. പ്ലസ് സിയുടെ അറിയത്തില്ല. അപ്പോൾ നമുക്കത് എക്സ് ആയിട്ട് എടുക്കാം. 1/x ഇൻറ്റു അവർ 4 ഡേയ്സ് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇൻറ്റു 4 ഇസ് ഈക്വൽ ടു കംപ്ലീറ്റ് ചെയ്ത വർക്ക് എത്രയാണ്? 4/9. ഇതല്ലേ റിമൈനിങ് വർക്ക്. അപ്പോൾ റിമൈനിങ് വർക്കാണ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. 4/9. ഈ 4 നമുക്ക് ഈ സൈഡ് എടുക്കാം. അപ്പോൾ 1/12 + 1/x ഇസ് ഈക്വൽ ടു 4/9 ഇൻറ്റു 4. അപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ആവും. ഈക്വൽ ടു 1/9 ആണ് ആൻസർ. ദെൻ ഇതിൽ നമുക്ക് 1/x ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/x ഇസ് ഈക്വൽ ടു 1/9. ഈ ഒരു ടേം ഈ സൈഡ് എടുക്കാം. അപ്പോൾ 1/9 - 1/12. ഇനി ഇതിന് LCM എടുക്കാം. ഇറ്റ് ഇസ് ഈക്വൽ ടു 36 എടുക്കാം. 4 ഇൻറ്റു 9 ആണ് 36 മൈനസ് 2 ഇൻറ്റു 3 ആണ് 36. അപ്പോൾ 1/x ഇസ് ഈക്വൽ ടു 1/36. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്സിൻ്റെ 1 ഡേ വർക്ക് 1/36 ആണ്. അപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സിക്ക് 36 ഡേയ്സ് എടുക്കും. 1 ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 36 ഡേയ്സ് എടുക്കും. അപ്പോൾ 50% എന്ന് പറയുമ്പോൾ 36/2 ആണ്. 36/2 ഇസ് ഈക്വൽ ടു 18 ഡേയ്സ്. അപ്പോൾ സി മാത്രം ഈ വർക്കിൻ്റെ 50% കംപ്ലീറ്റ് ചെയ്യാൻ 18 ഡേയ്സ് എടുക്കും. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 7. A and B can complete the same work in 20 days and 15 days respectively. The work was assigned for rupees 4,500. After working together for 3 days, E and B involved C. The work was completed in total of 5 days. Find the share of C. ഇതിൽ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് എടുക്കും. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 3 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ കൂടെ സിയും ആഡായി. അപ്പോൾ എ ബി സി 3 പേരും ചേർത്തിട്ട് ടോട്ടൽ 5 ഡേയ്സിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു വർക്കിന് അവർക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 4,500 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് സിയുടെ ഷെയർ എത്രയാ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം എയും ബിയും ചേർന്നിട്ട് 3 ഡേയ്സിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ആക്കി എന്ന് കണ്ടുപിടിക്കാം. പിന്നെ അത് 1 വെച്ച് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് റിമൈനിങ് വർക്ക് കിട്ടും. റിമൈനിങ് വർക്കാണ് എ ബി സി 3 പേരും ചേർന്നിട്ട് 2 ഡേയ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അത് വെച്ച് സിയുടെ വർക്ക് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് വെച്ചിട്ട് ഷെയർ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എ പ്ലസ് ബി, എയും ബിയും മൊത്തം 3 ദിവസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് ഈക്വൽ ടു എയുടെ 1 ഡേ വർക്ക് 1/20 ആണ്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. അപ്പോൾ എയുടെ 1 ഡേ വർക്ക് 1/20 ആണ്. സെയിം ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് എടുക്കും. അപ്പോൾ ബിയുടെ 1 ഡേ വർക്ക് 1/15 ആണ്. അപ്പോൾ 3 ഡേയ്സ് ആണ് ഇവർ വർക്ക് ചെയ്തിട്ടുള്ളത്. 3 ഇൻറ്റു എ പ്ലസ് ബി 1/20 + 1/15. ഇതിന് LCM എടുക്കാം. LCM നമുക്ക് 60 ആണ്. 20ക്കും 50ക്കും LCM 60 ആണ്. അപ്പോൾ 60 3 ഇൻറ്റു 20 60 + 4 ഇൻറ്റു 15 60. ഇനി ഇത് 3 ഇൻറ്റു 7/60. 3 and 60 ക്യാൻസൽ ചെയ്യാം. 20. അപ്പോൾ 7/20 വർക്ക് എയും ബിയും ചേർന്നിട്ട് 3 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ റിമൈനിങ് വർക്ക് ഇസ് ഈക്വൽ ടു 1 - 7/20 വിച്ച് ഇസ് ഈക്വൽ ടു 13/20. റിമൈനിങ് വർക്ക് 13/20 ആണ്. ഈ 13/20 ഈ ഒരു വർക്കാണ് എ ബി സി 3 പേരും ചേർന്നിട്ട് 2 ഡേയ്സ് വെച്ച് കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ എ പ്ലസ് ബി പ്ലസ് സി ഇൻറ്റു 2 ഡേയ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത വർക്കാണ് 13/20. ഇനി ഇതിൽ എക്ക് പകരം 1/20 ഇടണം, ബിക്ക് പകരം 1/15 ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിയുടെ ഒരു വാല്യൂ കിട്ടും. അപ്പോൾ 2 ഇൻറ്റു എ 1/20 പ്ലസ് ബി 1/15 പ്ലസ് സി ഈസ് ഈക്വൽ ടു 13/20. ഇനി ഈ 2 ഈ സൈഡ് എടുക്കാം. അപ്പോൾ 1/20 + 1/15 പ്ലസ് സി ഈസ് ഈക്വൽ ടു 13/40. ഇനി സി ആണ്. സിയുടെ 1 ഡേ വർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സി ഈസ് ഈക്വൽ ടു 13/40 - 1/20 - 1/15. ഇത് LCM എടുത്ത് സോൾവ് ചെയ്യുമ്പോൾ സിയുടെ 1 ഡേ വർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ സി ഈസ് ഈക്വൽ ടു ഇതിന് നമുക്ക് 120 എടുക്കാം LCM. 40 ഇൻറ്റു 3 ആണ് 120. അപ്പോൾ 13 ഇൻറ്റു 3 39 -
20 × 60 ആണ്, 20 × 6 ആണ്, മൈനസ് പിന്നെ 15 × 8 ആണ് 120 ഡിവൈഡഡ് ബൈ 120 വിച്ച് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 25 ആണ് കിട്ടുന്നത്. 25/120 വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് 5 വെച്ച് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5/24. അപ്പോൾ സി ഈസ് ഈക്വൽ ടു, സിയുടെ 1 ഡേ വർക്ക് 5/24 ആണ്. ഇനി ഈ 5/24 സി 2 ഡേയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 2 ചെയ്യണം. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 5/12 എന്ന്. അപ്പോൾ സി ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എഫേർട്ട് 5/12 ആണ്. 5/12 വർക്കാണ് സി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി 4500 നിന്ന് ഇതിന് സിക്ക് എത്ര ഷെയർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. 5/12 ഇൻറ്റു 4500, ഇത് 6 വെച്ച് ക്യാൻസൽ ചെയ്യാം. 2 ഇത് 6 വെച്ച് ചെയ്യുമ്പോൾ 5 × 750 ഡിവൈഡഡ് ബൈ 2 ആണ് ആൻസർ. 5 × 750/2 ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 750 കിട്ടും. അപ്പോൾ സിയുടെ ഷെയർ 750 റുപ്പീസാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8. A and B can do a work in 20 and 25 days respectively. After working together for 10 days, they both stop the work. C completes the remaining work in 3 days. How many days will it take to complete the whole work by C alone? Okay, ഇതിൽ എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 25 ഡേയ്സ് എടുക്കും. പിന്നെ എയും ബിയും ചേർന്നിട്ട് 10 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. 10 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും പോയി റിമൈനിങ് വർക്ക് സി ആണ് കംപ്ലീറ്റ് ചെയ്തത് ഇൻ 3 ഡേയ്സ്. അപ്പോൾ സി മാത്രം ചെയ്യുവാണെങ്കിൽ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് സി അലോൺ ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കും, അതാണ് നമ്മളിതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം എയും ബിയും ഈ 10 ഡേയ്സിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിമൈനിങ് വർക്ക് കണ്ടുപിടിക്കണം. ആ റിമൈനിങ് വർക്കാണ് സി 3 ഡേയ്സിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് സിയുടെ 1 ഡേ വർക്ക് കണ്ടുപിടിക്കാം. 1 ഡേ വർക്കിൻ്റെ റെസിപ്രോക്കലാണ് സിയുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ്. അപ്പോൾ എ ഒരു വർക്ക് 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എയുടെ 1 ഡേ വർക്കാണ് 1/20. ബി ഒരു വർക്ക് 25 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ബിയുടെ 1 ഡേ വർക്കാണ് 1/25. ഇനി രണ്ടുപേരും 10 ഡേയ്സിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 ഡേയ്സിൽ എത്ര വർക്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് നോക്കാം. 1/20 പ്ലസ് 1/25 ഇൻറ്റു 10 ഡേയ്സ് അവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിന് LCM എടുക്കാം. LCM 100. 5 + 4 ഇൻറ്റു 10. 0 ക്യാൻസൽ ആവും. അപ്പോൾ 9/10 വർക്കാണ് എയും ബിയും ചേർന്നിട്ട് 10 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കിയത്. അപ്പോൾ റിമൈനിങ് വർക്ക് എത്രയാണ്? 1 - 9/10 ആണ് റിമൈനിങ് വർക്ക്, വിച്ച് ഈസ് ഈക്വൽ ടു 1/10. 1/10 ആണ് റിമൈനിങ് വർക്ക്. ഈ റിമൈനിങ് 1/10 വർക്കാണ് സി 3 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ 3 ഇൻറ്റു സി എത്ര ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് നമുക്കറിയത്തില്ല. അപ്പോൾ 1/x എന്ന് ഇടാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/10. അപ്പോൾ സി 3 ഡേയ്സ് കൊണ്ട് 1/x റേറ്റിൽ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കാണ് 1/10. ഇപ്പോൾ നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 1/x ഈസ് ഈക്വൽ ടു 1/30. അപ്പോൾ x is equal to 30. അപ്പോൾ സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. ഇത് സിയുടെ 1 ഡേ വർക്കല്ലേ, 1 ഡേ വർക്ക് 1/30 ആണ്. അപ്പോൾ സി കംപ്ലീറ്റ് ചെയ്യാൻ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ സി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 9. A can do a work in 4 days and B in 12 days. If they work together for 2 days, then the fraction of the work that will be left is. ഇത് SSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്യണോ എന്ന് നോക്കാം. ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് എടുക്കും. ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കും. രണ്ടുപേരും ചേർന്നിട്ട് 2 ഡേയ്സ് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിമൈനിങ് വർക്കാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. എ ഒരു വർക്ക് 4 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എയുടെ 1 ഡേ വർക്കാണ് 1/4. സെയിം ബി ഒരു വർക്ക് 12 ഡേയ്സിൽ ഇത് വൺ ഓഫ് ദി ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് എടുക്കും. ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കും. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 2 ഡേയ്സ് ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിൽ റിമൈനിങ് വർക്കാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. എ ഒരു വർക്ക് 4 ഡേയ്സ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എയുടെ 1 ഡേ വർക്കാണ് 1/4. സെയിം ബിയുടെ 1 ഡേ വർക്ക് 1/12 ആണ്. ഇനി ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 1 ഡേ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കാണ് 1/4 + 1/12. ഇപ്പോൾ ഇവർ രണ്ടുപേരും 2 ഡേയ്സല്ലേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 2 ആണ് ഇവർ കംപ്ലീറ്റ് ചെയ്ത വർക്ക്. ഇപ്പോൾ ഇതിൻ്റെ LCM എടുക്കാം. 4 12, അതിൻ്റെ LCM 12 ആണ്. 4 × 3 ആണ് 12.
പ്ലസ് 1 ഇൻറ്റു 2. ഈ 2ഉം 12 നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, 6. അപ്പോൾ 4/6 വിച്ച് ഇസ് ഈക്വൽ ടു 2/3. 2/3 വർക്ക് ഇവർ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ റിമൈനിങ് വർക്ക് 1 മൈനസ് 2/3 ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 3, 3 മൈനസ് 2 1. അപ്പോൾ ബാലൻസ് റിമൈനിങ് വർക്ക് 1/3 ആണ്. Question number 10. Anil and Bibin together can complete a work in 15 days, while Bibin alone can finish it in 20 days. In how many days Anil alone can finish the work? ഇതിൽ അനിലും ബിബിനും ചേർന്നിട്ട് ഒരു വർക്ക് 15 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ബിബിൻ മാത്രം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 ഡേയ്സ് എടുക്കും. അപ്പോൾ അനിൽ മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അനിലും ബിബിനും 15 ഡേയ്സ് അല്ലേ, അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് ചെയ്യുന്ന 1 ഡേ വർക്ക് 1/15 ആയിരിക്കും. അതേപോലെ ബിബിൻ ഒരു വർക്ക് 20 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ ബിബിൻ്റെ 1 ഡേ വർക്ക് 1/20 ആയിരിക്കും. ഇനി ഈ വാല്യൂസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, നമുക്ക് അനിലിൻ്റെ 1 ഡേ വർക്ക് കിട്ടും. അതിൻ്റെ റെസിപ്രോക്കലാണ് അനിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടോട്ടൽ ഡേയ്സ്. അനിൽ പ്ലസ് ബിബിൻ്റെ 1 ഡേ വർക്ക് 1/20 ആണ്. അപ്പോൾ എ പ്ലസ് 1/20 ഈക്വൽ ടു 1/15. അപ്പോൾ അനിലിൻ്റെ 1 ഡേ വർക്ക് എ is ഈക്വൽ ടു 1/15 മൈനസ് 1/20. ഇനി ഇതിന് LCM 60 ആയിട്ട് എടുക്കാം. അപ്പോൾ 4 മൈനസ് 3. അപ്പോൾ എ is ഈക്വൽ ടു 1/60. അനിലിൻ്റെ 1 ഡേ വർക്ക് 1/60 ആണ്. അപ്പോൾ അനിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 60 ഡേയ്സ് എടുക്കും. ഇതിൻ്റെ റെസിപ്രോക്കലാണ് അനിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ്. അപ്പോൾ 60 ഡേയ്സിൽ അനിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഈ PDF ഓപ്ഷൻ ബിയിൽ ഞാൻ 20 ആണ് കൊടുത്തിട്ടുള്ളത്, അത് ടൈപ്പിംഗ് എററാണ്. കറക്റ്റ് ആൻസർ 60 ആണ് വരുന്നത്. Question number 11. In a company, piece of work can be completed in 4, 6 and 18 days alone by R, S and T respectively. In how many days will the work be completed if they work together? ഇപ്പോൾ ഒരു കമ്പനിയിൽ R, S, T 3 പേരും 4, 6 and 18 ഡേയ്സ് വെച്ചിട്ടാണ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് 3 പേരും ചേർന്നിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ R 1 ഡേ വർക്ക് 1/4 ആയിരിക്കും, Sൻ്റെ 1/6, Tയുടെ 1/18. ഇനി ഇത് 3 ആഡ് ചെയ്താൽ മതി, അവർ കംപ്ലീറ്റ് ചെയ്യുന്ന 1 ഡേ ഒരു ഡേയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ ഇത് കിട്ടും. അതിൻ്റെ റെസിപ്രോക്കലാണ് ഇവർ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ 1/4 പ്ലസ് 1/6 പ്ലസ് 1/18 ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ LCM നമ്മൾ 36 ആയിട്ട് എടുക്കാം. 4, 6, 18 ആണ്, അപ്പോൾ 36 ആയിട്ട് എടുക്കാം. 9 ഇൻറ്റു 4 ആണ് 36, പ്ലസ് 6 ഇൻറ്റു 6 ആണ് 36, പ്ലസ് 18 ഇൻറ്റു 2 ആണ് 36 ഇസ് ഈക്വൽ ടു 17. 15, 16, 17 ഡിവൈഡഡ് ബൈ 36 ആണ്. ഇനി ഇത് 1 ഡേ വർക്കാണ്. നമ്മൾ കംപ്ലീറ്റ് വർക്ക് ഒരു ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഡേയ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 36/17. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 17s ഉണ്ട്, 34 ആണ്, ബാലൻസ് 2, 20ൽ 1 ഉണ്ട്, അപ്പോൾ 17, ബാലൻസ് 3, 30ൽ ബാലൻസ് 3. ഇതുവരെ നമുക്ക് മതി. 2.1 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ 2.11 ഡേയ്സിൽ ഇവർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. Question number 12. Suresh and Anil are working on a special project. Suresh takes 5 hours to type 40 pages and Anil needs 6 hours to type 32 pages on a computer. How much time will it take to type them 110 page assignment if they both work on different computers? സുരേഷ് 5 hours 40 പേജ് ടൈപ്പ് ചെയ്യും. അനിൽ 6 hours 32 പേജസ് ടൈപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവർ രണ്ടുപേരുടെയും 1 hour എത്ര പേജ് ടൈപ്പ് ചെയ്യും എന്ന് കണ്ടുപിടിക്കണം. അത് കഴിഞ്ഞിട്ട് 1 hour ഇവർ രണ്ടുപേരും ചേർന്നിട്ട് എത്ര പേജസ് ടൈപ്പ് ചെയ്യും എന്ന് കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടുപിടിച്ച ലാസ്റ്റ് ഫൈനൽ ആൻസർ ഇല്ലേ, അത് 110 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 110നെ നമ്മൾ കണ്ടുപിടിച്ച ആൻസർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അവരെടുത്ത ടോട്ടൽ ടൈം നമുക്ക് കിട്ടും. അപ്പോൾ സുരേഷ് 5 hours 40 പേജാണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ 1 hour 40 ഡിവൈഡഡ് ബൈ 5 പേജസ് ടൈപ്പ് ചെയ്യും, ഈക്വൽ ടു 8. സെയിം അനിൽ 6 hours 32 പേജസ് ആണ് ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ 1 hour 32/6 പേജസ് ടൈപ്പ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു 13.33. ഇനി ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 1 hour എത്ര കംപ്ലീറ്റ് ചെയ്യും? 32 ഡിവൈഡഡ് ബൈ 6, ഇത് 5.33 ആണ്. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 8 + 5.33 പേജസ് 1 hour കംപ്ലീറ്റ് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു 13.33
33. ഇപ്പോൾ 1 ഹവറിൽ രണ്ടുപേരും ടൈപ്പ് ചെയ്യുന്ന പേജസ് ആണ് 13.33. നമുക്ക് ടോട്ടൽ 110 പേജസ് ആണ് വേണ്ടത്. അപ്പോൾ ഈ 110 പേജസ് 1 ഹവറിൽ 13.33 പേജ് വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ടൈം ടേക്കൺ കിട്ടും. ഇപ്പോൾ ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 പോയിൻറ്റ് സംതിങ് ആണ്. ഇത് നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 hours പിന്നെ 15 minutes എന്ന് കിട്ടും. ഇതാണ് ആൻസർ. Question number 13. A man and a woman can finish a work together in half time taken by a woman and a boy together. A boy can finish the work alone in 20 days and two women together can finish it in 30 days. In how many days will the work be finished by 4 men? ഇതിൽ ബോയ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 2 women ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേയ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബോയ്സ് ആൻഡ് വിമൻ, ഒരു ബോയും ഒരു വിമനും ചേർന്നിട്ട് ചെയ്യുന്ന വർക്കിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ്, ബോയും വിമനും ചേർന്നിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ഡേയ്സിൽ ഹാഫ് ഡേയ്സ് ആണ് മെന്നും വിമനും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നമ്മൾ 4 men വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ഡേയ്സ് എടുക്കുമെന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഫസ്റ്റ് തിങ്, ബോയ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 20 days എടുക്കുമെങ്കിൽ ബോയുടെ 1 day വർക്ക് 1/20 ആയിരിക്കും. അതേപോലെ 2 women's ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 days എടുക്കും. 2 women's 1 day വർക്ക് 1/30 ആണ്. അപ്പോൾ 1 women's 1 day വർക്ക് 1/30 × 2 ആണ്, which is equal to 1/60. ഇനി ബോയിൻ്റെയും വിമൻ്റെയും നമുക്ക് വാല്യൂസ് അറിയാമല്ലോ. ഒരു ബോയിൻ്റെയും വാല്യൂ അറിയാം, വിമൻ്റെയും വാല്യൂ അറിയാം. അപ്പോൾ അതിട്ട് നമ്മൾ ഈ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും മെൻ ആൻഡ് വിമൻ ചേർന്ന് എടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് നമ്മൾ മെന്നിൻ്റെ 1 day വർക്ക് കണ്ടുപിടിക്കാം. അത് വെച്ചിട്ട് 4 men ചേർന്നിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം ബോയും വിമനും എത്ര ഡേയ്സ് എടുക്കും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ബോയുടെ 1 day വർക്ക് അറിയാം 1/20 പ്ലസ് വിമൻ്റെ 1 day വർക്ക് അറിയാം 1/60, വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ LCM 60 ആണ്. 3 + 1 = 4/60, വിച്ച് ഈസ് ഈക്വൽ ടു 1/15. അപ്പോൾ ഒരു ബോയും ഒരു വിമനും ചേർന്നിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 days എടുക്കും. അവരുടെ 1 day വർക്ക് 1/15 ആണ്. അപ്പോൾ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് 15 days ആണ്. അപ്പോൾ ഇവർ 15 days എടുക്കുമ്പോൾ മെന്നും വിമനും ചേർന്നിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15/2 days എടുക്കും. ഇതാണ് മെന്നിൻ്റെയും വർക്കിൻ്റെയും ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ വിമൻ്റെ 1 day വർക്കും ഇതിന് പകരം ഇതിൻ്റെ 1 day വർക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. മെന്നിൻ്റെ 1 day വർക്ക് കിട്ടും. അപ്പോൾ മെൻ പ്ലസ് വിമൻ്റെ 1 day വർക്ക് 1/60 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് അല്ല. അപ്പോൾ ഇതിൻ്റെ 1 day വർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 2/15. അപ്പോൾ മെനിൻ്റെ 1 day വർക്ക് ഈക്വൽ ടു 2/15 - 1/60. ഇതിൻ്റെ LCM, ഇതിൻ്റെ LCM നമുക്ക് 60 ആയിട്ട് എടുക്കാം. 2 × 4 8 ആണ്. 8 - 1 = 7/60. അപ്പോൾ ഒരു മെന്നിൻ്റെ 1 day വർക്കാണ് 7/60. അപ്പോൾ 4 menൻ്റെ 1 day വർക്ക് എത്രയായിരിക്കും? 7/60 × 4 15. അപ്പോൾ 7/15 ആണ് 4 men ചേർന്ന് കംപ്ലീറ്റ് ചെയ്യുന്ന 1 day വർക്ക്. അപ്പോൾ ഇവർ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 men കൂടി ചേർന്നിട്ട് ഒരു ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15/7 days ആവും, വിച്ച് ഈസ് ഈക്വൽ ടു 2.14 days. ഇതാണ് ആൻസർ, 2.14 days. Question number 14. A alone can finish a work in 15 days. A works only for the first 2 days and last 2 days. The rest of the work is done by B and the work is completed in 20 days. In how many days A and B together can finish the work? ഇതിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 days എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് 2 daysഉം ലാസ്റ്റ് 2 days മാത്രമാണ് വർക്ക് ചെയ്തത്. പിന്നെ ബാലൻസ് ഉള്ള വർക്ക് ബി ആണ് ചെയ്തത്. ആൻഡ് ഈ ഒരു ടോട്ടൽ വർക്ക് 20 days കൊണ്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ 20 daysൽ 4 days ആണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് ഉള്ള 16 days ആണ് ബി വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എയുടെ 1 day വർക്ക് അറിയാം 1/15 ആണ്. ബിയുടെ അറിയത്തില്ല. അപ്പോൾ ബിയുടെ കണ്ടുപിടിച്ചാൽ രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടുഗെദർ അവർ എത്ര ഡേയ്സ് എടുത്ത് കംപ്ലീറ്റ് ആക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഒരു വർക്ക് 15 daysൽ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ എയുടെ 1 day വർക്ക് 1/15 ആണ്.
അത് 4 ഡേയ്സിലാണ് കംപ്ലീറ്റ് ചെയ്തത്. ബാലൻസ് ഉള്ള 16 ഡേയ്സിലാണ് ബി വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ബട്ട് നമുക്ക് ബിയുടെ 1 ഡേ വർക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എ 1 ഡേയിൽ 1/15 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. എ 4 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4/15 ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആക്കി. എ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആക്കി. റിമൈനിങ് വർക്കാണ് ബി ചെയ്തത്. അപ്പോൾ റിമൈനിങ് വർക്ക് എങ്ങനെ കണ്ടുപിടിക്കണം? 1 വെച്ച് സബ്ട്രാക്ട് ചെയ്താൽ മതി. 1 വെച്ച് ഈ 4/15 സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇറ്റ് ഈസ് ഈക്വൽ ടു 11/15. അപ്പോൾ ബാലൻസ് 11/15 വർക്കാണ് ബി ചെയ്തത്. അപ്പോൾ ബിയുടെ 1 ഡേ വർക്ക് നമുക്കറിയത്തില്ല, അതുകൊണ്ട് അത് എക്സ് ആയിട്ട് എടുക്കാം. ബി എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ടോട്ടൽ ഡേയ്സ് എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ 1 ഡേ വർക്ക് 1/x ആയിരിക്കും. ഇൻറ്റു 16 ഡേയ്സ് ചെയ്തപ്പോൾ നമുക്ക് ഈ 11/15 വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. 1/x ഈസ് ഈക്വൽ ടു 11 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 16. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 16 ഡിവൈഡഡ് ബൈ 11. ഇതാണ് ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന നമ്പർ ഓഫ് ഡേയ്സ് ആണ് ഇത്. ഇനി എ പ്ലസ് ബി നമുക്ക് ചെയ്യാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 1/15 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 16. ഇതിൻ്റെ റെസിപ്രോക്കൽ ആണല്ലോ 1 ഡേ വർക്ക്. ഇപ്പോൾ എ 15 ഡേയ്സിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ 1/15 ആണ് എ 1 ഡേയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക്. ഇതിൻ്റെ റെസിപ്രോക്കൽ. അതേപോലെ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് LCM 15 ഇൻറ്റു 16 ആയിട്ട് എടുക്കാം. 15 ഇൻറ്റു 16. അപ്പോൾ 16 പ്ലസ് 11 വിച്ച് ഇസ് ഈക്വൽ ടു. അപ്പോൾ ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ 27/240 എന്ന് കിട്ടും. ഇത് നമുക്ക് 3 ടേബിളിൽ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 9/80. ഈ 9/80 എ പ്ലസ് ബി, എയും ബിയും ചേർന്നിട്ട് ചെയ്യുന്ന 1 ഡേ വർക്കാണ്. അപ്പോൾ ഇത് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 80/9 ഡേയ്സ് എടുക്കും. ഇതാണ് ആൻസർ. Question number 15. A and B are equally efficient and each could individually complete a piece of work in 30 days if none took any holiday. A and B started working together on this piece of work, but A took a day off after every 4 days of work, while B took a day off after every 5 days of work. If the duo has started work on August 1, 2022, on which date was the work completed? ഓക്കെ, ഇതിൽ August 1 ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ബി രണ്ടും ഈക്വലി എഫിഷ്യൻ്റ് ആണ്. ഒരു വർക്ക് 30 ഡേയ്സ് വെച്ച് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ രണ്ടുപേരും ചേർന്ന് ചെയ്യുമ്പോൾ 1/30 പ്ലസ് 1/30 ഈക്വൽ ടു 2/30 വിച്ച് ഇസ് ഈക്വൽ ടു 1/15. രണ്ടുപേരും ചേർന്ന് ചെയ്യുമ്പോൾ 15 ഡേയ്സിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ബട്ട് ഇവിടെ എ ആഫ്റ്റർ എവറി 4 ഡേയ്സ് എ ലീവ് എടുക്കുന്നുണ്ട്. പിന്നെ ബി ആഫ്റ്റർ 5 ഡേയ്സ് ലീവ് എടുക്കുന്നുണ്ട്. എവറി 5 ഡേയ്സ് വൺസ് ബി ലീവ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവുമെന്നാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 15 ഡേയ്സ് അല്ലേ. 15 ഡേയ്സിൽ ആദ്യം എ 1 2 3 4 5th ഡേ ലീവ്. അതേപോലെ 1 2 3 4 5th ഡേ ലീവ്. 1 2 3 4 5th ഡേ ലീവ്. ഇനി അതേപോലെ ഇത് ബിയുടെ കേസ് നോക്കാം. ബി 5 ഡേയ്സ് വൺസ് ആണ് ലീവ് എടുക്കുന്നത്. 1 2 3 4 5 ലീവ്. 6th ഡേ ലീവ്. 1 2 3 4 5 അഗെയിൻ 6th ഡേ ലീവ്. ഇപ്പോൾ 12 ഡേയ്സ് ആയില്ലേ. ഇനി 3 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇവർ 15 ഡേയ്സ് കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും. ബട്ട് ഇപ്പോൾ ടോട്ടൽ ലീവ് 1 2 3 4 5 ഡേയ്സ് ലീവായിട്ടുണ്ട്. അപ്പോൾ ഈ ലീവും എ എടുത്ത ലീവും ബി എടുത്ത ലീവും ചേർക്കുമ്പോൾ അവരുടെ 1 ഡേ വർക്ക് അവിടെ പോയില്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് 1 ആഡ് ചെയ്യാം. അപ്പോൾ 16. പിന്നെ അടുത്ത ലീവും ഉണ്ട്. എയും ബിയും അടുത്ത 2 പേരും ഓരോ ലീവ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലീവും ചേർക്കുമ്പോൾ അന്നും 2 പേരുടെ 1 ഡേ വർക്ക് മിസ്സായിട്ടുണ്ട്. അപ്പോൾ 17th ആയി നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ അടുത്തുള്ള ലീവ് എ മാത്രമാണ് എടുത്തത്. പിന്നെ അപ്പോൾ നമുക്ക് വർക്കും കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതിലുള്ളത് ഇനി ഒരു ഡേയും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ 18. അപ്പോൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 ഡേയ്സ് ആയിട്ടുണ്ട്. അപ്പോൾ August 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ August 18 ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. Question number 16. A and B can finish a work in 10 days. B and C can finish it in 12 days. And C and A can finish it in 6 days. In how many days A alone can finish the work? ഓക്കെ, ഇതിൽ എ ആൻഡ് ബി ചേർന്നിട്ട് ഒരു വർക്ക് 10 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. ബി ആൻഡ് സി ചേർന്നിട്ട് ഒരു വർക്ക് 12 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. ആൻഡ് സി ആൻഡ് എ ചേർന്നിട്ട് ഒരു വർക്ക് 6 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. ഈ ഡേറ്റ വെച്ചിട്ട് എ മാത്രം ഒരു വർക്ക് എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ എയുടെയും ബിയുടെയും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് ആണ് 10. അപ്പോൾ എ ആൻഡ് ബി ചേർന്നിട്ട് ചെയ്യുന്ന 1 ഡേ വർക്കാണ് 1/10. ഇത് ഇക്വേഷൻ നമ്പർ 1.
പിന്നെ ബിയും സിയും ചേർന്നിട്ട് 12 ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ 1 ഡേ വർക്കാണ് 1/12. ഇത് ഇക്വേഷൻ നമ്പർ 2. ദെൻ സിയും എയും ചേർന്നിട്ട് ഒരു വർക്ക് 6 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അവരുടെ 1 ഡേ വർക്ക് 1/6 ആണ് ഇക്വേഷൻ നമ്പർ 3. ഈ 3 ഇക്വേഷൻസ് നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. ഒരു എ, ഇവിടെ ഒരു എ ഉണ്ട്, അപ്പോൾ 2A. ബിയും 2B ഉണ്ട്, അപ്പോൾ പ്ലസ് 2B. സിയും 2C ഉണ്ട്, പ്ലസ് 2C ഈക്വൽ ടു 1/10 പ്ലസ് 1/12 പ്ലസ് 1/6. ഇനി ഇതിൽ 2 കോമൺ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ പുറത്തെടുക്കാം. അപ്പോൾ A പ്ലസ് B പ്ലസ് C is ഈക്വൽ ടു, ഇതിന് LCM എടുക്കണം. LCM നമുക്ക് 60 ആയിട്ട് എടുക്കാം. അപ്പോൾ 60 ആയിട്ട് എടുക്കുമ്പോൾ 6 പ്ലസ് 12 ഇൻറ്റു 5 ആണ് 60 പ്ലസ് 6 ഇൻറ്റു 10 ആണ് 60 വിച്ച് ഈസ് ഈക്വൽ ടു 21 ഡിവൈഡഡ് ബൈ 60 ആണ് വരുന്നത്. ഇനി ഇത് രണ്ടും നമുക്ക് 3 വെച്ച് ക്യാൻസൽ ചെയ്യാമല്ലോ. അപ്പോൾ 7 ഡിവൈഡഡ് ബൈ 20 ആണ് ആൻസർ. അപ്പോൾ 2 ഇൻറ്റു A പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു 7/20. ഇനി A പ്ലസ് B പ്ലസ് C ഈസ് ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 40 എന്ന് കിട്ടും. ആൻഡ് ഇത് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് 1 ഡേ വർക്കാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എയുടെ അറിയത്തില്ല, എ അങ്ങനെ തന്നെ വയ്ക്കാം. പിന്നെ B പ്ലസ് സിയും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കുമെന്നറിയാം. അപ്പോൾ B പ്ലസ് സിന്ന് പകരം നമ്മൾ 1/12 ആയിട്ട് എഴുതാം, ഈക്വൽ ടു 7 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ A ഈസ് ഈക്വൽ ടു 7/40 മൈനസ് 1 ഡിവൈഡഡ് ബൈ 12. ഇനി ഇതിന് നമുക്ക് LCM എടുത്ത് സോൾവ് ചെയ്താൽ മതി. എയുടെ 1 ഡേ വർക്ക് കിട്ടും. അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് നമുക്ക് കിട്ടും. ഇതിനിപ്പോൾ LCM നമുക്ക് 128 എടുക്കാം. 40 ഇൻറ്റു 3 ആണ് 120. അപ്പോൾ 3 ഇൻറ്റു 7 21 ആണ്. 21 മൈനസ് 12 ഇൻറ്റു 10 ആണ് 120 വരുന്നത്. അപ്പോൾ 10 വിച്ച് ഈസ് ഈക്വൽ ടു 11 ഡിവൈഡഡ് ബൈ 120. അപ്പോൾ ഇത് 1 ഡേ വർക്കാണ്. എയുടെ 1 ഡേ വർക്കാണ് 11 ഡിവൈഡഡ് ബൈ 120. അപ്പോൾ എ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം 120 ഡിവൈഡഡ് ബൈ 11 ആണ്. ഇതാണ് ആൻസർ. Question number 17. Amar can complete a work in 15 days and Prem in 12 days. Starting with Amar, they work on alternate days. In how many days will the work be completed? ഇതിൽ അമർ ഒരു വർക്ക് 15 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ അമറിൻ്റെ 1 ഡേ വർക്കാണ് 1/15. പ്രേം ഒരു വർക്ക് 12 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ പ്രേമിൻ്റെ 1 ഡേ വർക്ക് 1/12 ആണ്. ഇത് ആൾട്ടർനേറ്റ് ആയിട്ടല്ലേ പോകുന്നത്. അപ്പോൾ നമുക്ക് അമർ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 15 ഡേയ്സ് എടുക്കും. പ്രേം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ് എടുക്കും. ഇനി ഇതിൻ്റെ LCM ഒന്ന് എടുക്കാം. LCM എടുക്കുമ്പോൾ നമുക്ക് 60 വെച്ച് എടുക്കാം. 12 ഇൻറ്റു 5 60 ആണ്, പ്ലസ് 15 ഇൻറ്റു 4 60 ആണ്. അപ്പോൾ LCM 60 ആയിട്ട് എടുത്തു. അത് ഞാൻ ഇവിടെ എഴുതുന്നു. 15 ഇൻറ്റു 4 ആണ് 60, സോ 4 ഇവിടെ എഴുതുന്നു. 12 ഇൻറ്റു 5 ആണ് 60, സോ 5 ഇവിടെ എഴുതുന്നു. ഇത് അമറിൻ്റെ ആണ്, ഇത് പ്രേമിൻ്റെ ആണ്. ഇപ്പോൾ ഈ 60 എടുത്തില്ലേ, നമ്മൾ LCM കണ്ടുപിടിച്ചില്ലേ, അത് ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്കായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്ക്. ഇനി ഇവിടെ 15 ഇൻറ്റു 4 അല്ലേ 60. അപ്പോൾ ഇവിടെ ഉള്ളത് ഇത് ഫസ്റ്റ് അമറിൻ്റെ ആണ്. അപ്പോൾ അമറിൻ്റെ 1 ഡേ വർക്കാണ് ഇത്. 1 ഡേ വർക്കാണിത്. ഇത് പ്രേമിൻ്റെ 1 ഡേ വർക്ക്. അപ്പോൾ മൊത്തം യൂണിറ്റ് ഓഫ് വർക്ക് 60 ആണ്. അതിൽ അമർ ഒരു ഡേയിൽ 4 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പ്രേം ഒരു ഡേയിൽ 5 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സ്റ്റാർട്ടിങ് വിത്ത് അമർ ആണ്. അപ്പോൾ അമർ പ്രേം ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അമർ ഒരു ഡേയിൽ 4 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. പ്രേം ഒരു ഡേയിൽ 5 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇവർ രണ്ടുപേരും ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവർ 2 ഡേയ്സിൻ്റെ വർക്ക് ചേർത്താലാണ് A ആൻഡ് Pയുടെ ടോട്ടൽ വർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 ഡേയ്സിനെ 1 സൈക്കിളായിട്ട് എടുക്കാം. ഓർ 2 ഡേയ്സ് എന്ന് എടുത്താലും മതി. അപ്പോൾ 2 ഡേയ്സിൽ ഇവർ ചെയ്യുന്ന വർക്കാണ് 4 + 5 9. അപ്പോൾ 2 ഡേയ്സിൽ ഇവർ 9 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്ക് 60 അല്ലേ. അപ്പോൾ ഈ 9ൻ്റെ കൂടെ എന്തെങ്കിലും ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എയ്തർ 60 കിട്ടണം, അല്ലെങ്കിൽ 60ൻ്റെ തൊട്ട് താഴെയുള്ള ഒരു നമ്പർ കിട്ടണം. അപ്പോൾ നമുക്കിപ്പോൾ 9 വെച്ചിട്ട് 9 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 45 ആണ് കിട്ടുന്നത്. 9 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 54 കിട്ടും. അപ്പോൾ 9 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നമുക്ക് 54 യൂണിറ്റ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആവും. അതേ 6 ഈ സൈഡ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 12 ഡേയ്സിൽ
54 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആവും 12 ഡേയ്സിൽ. 12 ഈവൻ നമ്പർ അല്ലേ, ഈവൻത്ത് പൊസിഷനിൽ വർക്ക് ചെയ്യുന്നത് പ്രേമാണ്. അപ്പോൾ 13th ഡേ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഡ് നമ്പർ അല്ലേ, 13th ഡേ ഓടാണ്, ഓഡ് നമ്പറിൽ വരുന്നത് അമർ ഒരു ഡേയിൽ 4 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ 13th ഡേയിൽ 58 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് 14th ഡേയിൽ പിന്നെയും വർക്ക് ചെയ്യാൻ വരുന്നത് പ്രേമാണ്. പ്രേം ഒരു ഡേയിൽ 5 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കും. 5 യൂണിറ്റ്, നമുക്കിവിടെ 2 യൂണിറ്റല്ലേ വേണ്ടത്, പക്ഷേ പ്രേം 1 ഡേയിൽ 5 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നമുക്കിപ്പോൾ 13th ഡേ വരുമ്പോൾ നമുക്ക് 58 യൂണിറ്റ്സ് വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ 13 ബാലൻസ് ഉള്ള വർക്ക് 2 യൂണിറ്റ് ആണ്. ഈ 2 യൂണിറ്റ് ചെയ്യുന്നത് പ്രേമാണ്. പ്രേം 1 ഡേയിൽ 5 വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ കേസിൽ നമ്മൾ എഴുതേണ്ടത് 2 ഡിവൈഡഡ് ബൈ 5 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 13 2/5 ആണ്. ബിക്കോസ് നമുക്ക് 13th ഡേ 58 യൂണിറ്റ്സ് ആയി. നെക്സ്റ്റ് ഡേ വരുമ്പോൾ പ്രേമിൻ്റെ കപ്പാസിറ്റി 5 യൂണിറ്റ് ആണ്, ബട്ട് റിമൈനിങ് വർക്ക് 2 യൂണിറ്റ് മാത്രമാണ്. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 5 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ 13th ഡേ പിന്നെ അടുത്ത ഡേയിൽ 2/5 അവർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 13 2/5 ഡേയ്സ് ആണ്. 18th question. A and B alone can do a piece of work in 4 and 9 days respectively. In how many days will the work be completed if they both work on alternate days starting with B? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ സെയിം ഓൾട്ടർനേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് എടുക്കും, ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 ഡേയ്സ് എടുക്കും. അപ്പോൾ ഇത് എ, ഇത് ബി. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് എടുക്കും, ബി കംപ്ലീറ്റ് ചെയ്യാൻ 9 ഡേയ്സ് എടുക്കും. ഇത് രണ്ടിൻ്റെയും LCM എടുക്കാം. LCM 36 ആണ്. 4 × 9 ആണ് 36. അപ്പോൾ 9 ഇവിടെ എഴുതണം. പിന്നെ 9 × 4 ആണ് 36. 4 ഇവിടെ എഴുതണം. ആൻഡ് ഇതാണ് ടോട്ടൽ യൂണിറ്റ്സ്. ഇത് എയുടെ 1 ഡേ യൂണിറ്റ് ആണ്. എ 1 ഡേയിൽ 9 യൂണിറ്റ്സ് ചെയ്യും. ഇത് ബി 1 ഡേയിൽ 4 യൂണിറ്റ്സ് ചെയ്യും. ഇനി സ്റ്റാർട്ടിങ് ബി ആണ്. അപ്പോൾ ബി എ ബി ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ബി 4 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും. നമ്മൾ ഈ സൈഡ് എഴുതുന്നതാണ് നോട്ട് ചെയ്യേണ്ടത്. ബി 4 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും, എ 9 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും. അപ്പോൾ 2 ഡേയ്സിൽ അവർ ചെയ്യുന്ന വർക്കാണ് 4 + 9 13. അപ്പോൾ ഈ 13ൻ്റെ കൂടെ നമ്മൾ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36ൻ്റെ അടുത്ത് വരണം. ഇപ്പോൾ 13 × 2 ചെയ്യുമ്പോൾ നമുക്ക് 26 ആണ് കിട്ടുന്നത്. 13 × 3 ചെയ്താൽ നമുക്ക് 39 വരും. അത് ഇതിനേക്കാളും വലിയ നമ്പറാണ്, അതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇപ്പോൾ 2 വെച്ച് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 ഡേയ്സിൽ 26 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആവും. 26 ബാലൻസ് ഉള്ളത് 10 യൂണിറ്റ്സ് അല്ലേ. ഈ 4 ഡേയ്സിൽ കംപ്ലീറ്റ് ആവും. 5th ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആരാണ്? ഓഡ് പൊസിഷനിലുള്ളത് ബി ആണ്. അപ്പോൾ 5th ഡേ ബി ആണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി 4 യൂണിറ്റ്സ് ഓഫ് വർക്ക് ചെയ്യും. അപ്പോൾ 10ൽ 4 പോയാൽ ബാലൻസ് ഉള്ളത് 6 യൂണിറ്റ്സ് ആണ്. പിന്നെ 6th ഡേ എ ആണ് വർക്ക് ചെയ്യുന്നത്. എ 9 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും, ബട്ട് നമുക്ക് 6 യൂണിറ്റ്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ മേലിലല്ലേ ഇത് ഫുൾ ഡേ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5 ഡേ അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യേണ്ട യൂണിറ്റ്സ് 4 യൂണിറ്റ് ആണ്. നമുക്ക് ഇപ്പോൾ 6 യൂണിറ്റ് ആണ് ബാലൻസ് ഉള്ളത്, ബട്ട് എ 9 യൂണിറ്റ്സ് വർക്ക് ചെയ്യും. അപ്പോൾ 6/9 ആണ് 6/9 ഡേയ്സിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ 5 ഇത് നമുക്ക് 3 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2/3. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 2/3 ഡേയ്സ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 19. A can complete a piece of work in 25 days while B can complete the same work in 30 days. They work on alternate basis starting with A. Both A and B follow this pattern for 5 days and then A leaves the work. In how many days will B finish the remaining work? ഓക്കെ, എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 25 ഡേയ്സ് എടുക്കും ആൻഡ് ബി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുക്കും. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നിട്ട് 5 ഡേയ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് വിത്ത് എ ബി അങ്ങനെ 5 ഡേയ്സ് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എ ലീവായി. ബാലൻസ് ഉള്ള വർക്ക് ബി ആണ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബി എടുത്ത ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ 25 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും, ബി 30 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. ഇതിന് LCM എടുക്കുമ്പോൾ 150 ആണ് വരുന്നത്.
6 ഇൻറ്റു 25 ചെയ്യുമ്പോൾ 6 ഇൻറ്റു 25 ചെയ്യുമ്പോൾ നമുക്ക് 150 വരും. പിന്നെ 30 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 150 വരും. സോ ഇതാണ് ടോട്ടൽ യൂണിറ്റ് ഓഫ് വർക്ക്, ടോട്ടൽ യൂണിറ്റ്. ആൻഡ് ഇത് A 1 ഡേയിൽ കംപ്ലീറ്റ് ആക്കുന്ന യൂണിറ്റ്, ഇത് B 1 ഡേയിൽ കംപ്ലീറ്റ് ആക്കുന്ന യൂണിറ്റ്. ഇനി നമ്മൾ A അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. A ഒരു ഡേയിൽ 6 യൂണിറ്റ്സ് ചെയ്യും, B ഒരു ഡേയിൽ 5 യൂണിറ്റ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ 2 ഡേയ്സിൽ 11 യൂണിറ്റ്സ് ഓഫ് വർക്കാണ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഇവർ 4 ഡേയ്സിൽ 22 യൂണിറ്റ്സ് ഓഫ് വർക്ക് കംപ്ലീറ്റ് ആയി. 5th ഡേ A ആണ്, A 6 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 5 ഡേയ്സിൽ 28 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി. 28 യൂണിറ്റ്സ് കംപ്ലീറ്റ് ആയി. ബാലൻസ് ഉള്ളത് 150 മൈനസ് 28 ആണ്. 2 2 1. ബാലൻസ് ഉള്ളത് 122 യൂണിറ്റ് ആണ്. ഈ 122 യൂണിറ്റിനെ B പെർ ഡേ 5 യൂണിറ്റ് വെച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ബാലൻസ് ഈ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബിക്ക് എടുത്ത ടൈം 122 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. 2 10 22ൽ 4 5s ഉണ്ട്, 20 റിമൈനിങ് 2. അപ്പോൾ 24 ഡേയ്സ്, 24 2/5 ഡേയ്സ് എടുക്കും റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ആൻസർ, 24 2/5. ഇത് 24 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. പിന്നെ റിമൈൻഡർ ഡിവൈഡഡ് ബൈ 5 എടുത്ത് എഴുതിയാൽ മതി, നമുക്ക് ആൻസർ മിക്സഡ് ഫ്രാക്ഷനിൽ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 20. 8 men can complete a work in 45 days. 8 women can complete the same work in 18 days. In how many days 5 men and 8 women together complete the same work? 8 men ഒരു വർക്ക് 45 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് 8 വിമൻ ആ സെയിം വർക്ക് 18 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും. 8 മെന്നിൻ്റെ 1 ഡേ വർക്ക് ആദ്യം കണ്ടുപിടിക്കണം. 8 മെന്നിൻ്റെ 1 ഡേ വർക്ക് 1/45 ആയിരിക്കും. അപ്പോൾ 1 മെന്നിൻ്റെ 1 ഡേ വർക്ക് 1 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു 8 ആയിരിക്കും. അതേപോലെ 8 വിമനിൻ്റെ 1 ഡേ വർക്ക് 1/18 ആയിരിക്കും. അപ്പോൾ 1 വിമനിൻ്റെ 1 ഡേ വർക്ക് 1/18 ഇൻറ്റു 8 ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 5 മെന്നിൻ്റെ 8 വിമനിൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 5 ഇൻറ്റു മെന്നിൻ്റെ 1 ഡേ വർക്ക് 1/45 ഇൻറ്റു 8 ആണ്, പ്ലസ് 8 ഇൻറ്റു വിമനിൻ്റെ 1 ഡേ വർക്ക് 1/18 ഇൻറ്റു 8 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം 9 ടേബിളിൽ. ആൻഡ് 8 ആൻഡ് 8 ക്യാൻസൽ ചെയ്യാം. ബാലൻസ് ഉള്ളത് 1 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 8 72 പ്ലസ് 1/18 ആണ്. അപ്പോൾ ഇതിൻ്റെ LCM നമുക്ക് 72 ആയിട്ട് എടുക്കാം. 1 പ്ലസ് 18 ഇൻറ്റു 4 ആണ് 72. അപ്പോൾ 4 ഈക്വൽ ടു 5/72. ഈ 5/72 ആണ് ഇവരുടെ 1 ഡേ വർക്ക്. അപ്പോൾ ഇവരെ എത്ര ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ 72/5 ഡേയ്സ് ആണ്. അപ്പോൾ 72/5 ഡേയ്സിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കും. ഇത് നമുക്ക് മിക്സഡ് ഫ്രാക്ഷണൽ ഫോമിലാണ് ഓപ്ഷൻസ് ഉള്ളത്. അപ്പോൾ 72 നമുക്ക് 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. 1 5 22ൽ 4 5s ഉണ്ട്, 20 ആണ്, റിമൈൻഡർ 2. അപ്പോൾ ആൻസർ നമുക്ക് 14 അല്ലേ. 14 റിമൈൻഡർ 2 ആണ്, ഡിവിഷൻ 5 ആണ്. അപ്പോൾ 14 2/5 ഡേയ്സിൽ ഈ ഒരു വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. Question number 21. A man, boy and a woman can finish a work in 10, 15 and 30 days. In how many days can the work be finished by a man, a woman and a boy when all of them work together? മാൻ ഒരു വർക്ക് 10 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ മാൻ്റെ 1 ഡേ വർക്കാണ് 1/10. ബോയ് ഒരു വർക്ക് 15 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ബോയുടെ 1 ഡേ വർക്ക് 1/15 ആണ്. വിമൻ ഒരു വർക്ക് 30 ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ വിമനിൻ്റെ 1 ഡേ വർക്ക് 1/30 ആണ്. ഇനി ഇവരെല്ലാം ടുഗെദർ ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് 3 നമുക്ക് ആഡ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ ഇത് 3ൻ്റെ LCM നമുക്ക് 60 ആയിട്ട് എടുക്കാം. 6 + 4 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 12 divided by 60 ഈക്വൽ ടു 1/5. അപ്പോൾ 5 ഡേയ്സിൽ ഇവരെല്ലാവരും ചേർന്ന് ഈ വർക്ക് കംപ്ലീറ്റ് ആക്കാം. ഇത് 1 ഡേ വർക്കാണ്. 1 ഡേ വർക്കിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ഡേയ്സ് നമുക്ക് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 22. P is 2 times more efficient than Q. P is able to complete a piece of work in 40 days less than Q. Working together, the whole number of days taken by them to complete the workers. P is 2 times more efficient than Q. Q ഒരു വർക്ക് X ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ P X - 40 ഡേയ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ Q കംപ്ലീറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് X ആയിട്ട് എടുക്കാം. അപ്പോൾ P X -
40 ആണ്. പിന്നെ വേറൊരു കേസും കൂടി പറഞ്ഞിട്ടുണ്ട്, പി ഈസ് 2 times more efficient than ക്യൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡേയ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ക്യൂ 2 days ചെയ്യുന്ന വർക്ക് പി 1 day ചെയ്യും. എഫിഷ്യൻസിയുടെ കേസാണെങ്കിൽ ക്യൂ 1 വർക്ക് ചെയ്യുന്ന സമയത്ത് പി അതിൻ്റെ ഡബിൾ വർക്ക് ചെയ്യും. നമുക്കിപ്പോൾ ഡേയ്സ് മതി, ബിക്കോസ് നമ്മൾ ഡേയ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പി 1 day കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ക്യൂ അത് 2 days കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഹാഫ് ഡേ അല്ലേ, 2 times മോർ എഫിഷ്യൻറ്റ് മീൻസ് ഹാഫ് ആണ്. അപ്പോൾ നമുക്ക് x/2 എന്ന് എടുക്കാം. അപ്പോൾ x/2 എക്സ് ക്യൂ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ ഡേയ്സ്, x/2 പി കംപ്ലീറ്റ് ചെയ്യുന്ന വർക്കിൻ്റെ നമ്പർ ഓഫ് ഡേയ്സ് ആണ് x/2. അപ്പോൾ കൊടുത്തിട്ടുണ്ട്, ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടുമെന്ന്. അപ്പോൾ x/2 ഈക്വൽ ടു 40, 2x - x is equal x divided by 2 equal to 40. അപ്പോൾ 2x - x is equal to 80, x is equal to 80 because 2x - x is equal to 1x. അപ്പോൾ x is equal to 80. ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഈ എക്സ് ആയിട്ട് നമ്മൾ എടുത്തത് ക്യൂവിൻ്റെ വർക്കാണ്. അപ്പോൾ ക്യൂ ഒരു വർക്ക് 80 days കംപ്ലീറ്റ് ആക്കും. പി ഇതിനേക്കാളും 40 days പെട്ടെന്ന് നേരത്തെ തന്നെ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ 80 - 40 ആണ് പിയുടെ നമ്പർ ഓഫ് ഡേയ്സ് ടേക്ക് ടു കംപ്ലീറ്റ് ദി വർക്ക്. അപ്പോൾ 40 days പി ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് രണ്ടുപേരുടെയും സെപ്പറേറ്റ് എലോൺ ചെയ്യുന്ന നമ്പർ ഓഫ് ഡേയ്സ് കിട്ടി. അപ്പോൾ ഇനി രണ്ടുപേരും ചേർന്നിട്ട് എത്ര ഡേയ്സിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ക്യൂയുടെ ആണ് 80, അപ്പോൾ 1/80 പ്ലസ് പിയുടെ 1 day വർക്ക് 1/40 ആണ്. ഇതിൽ നമ്മൾ LCM 80 ആയിട്ട് എടുക്കാം. അപ്പോൾ 1 + 2 = 3/80. അപ്പോൾ 1 day വർക്ക് 3/80 ആണ് ഇവർ രണ്ടുപേരുടെയും. അപ്പോൾ ഇവർ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 80/3 days എടുക്കും. ബട്ട് നമുക്ക് ആൻസറിൽ ഇതിൻ്റെ നിയറസ്റ്റ് ഹോൾ നമ്പർ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് ഡിവൈഡ് ചെയ്യണം. 80 / 3 ചെയ്യുമ്പോൾ 2, 6, 2 20ൽ 6 3s ഉണ്ട്. അപ്പോൾ 18 ബാലൻസ് 2 ബാലൻസ് 20ൽ 0.6 18 ഉണ്ട് 66. അപ്പോൾ നമുക്ക് 26.666 ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇത് ഇപ്പോൾ നിയറസ്റ്റ് ഹോൾ നമ്പറിലോട്ടല്ലേ നമ്മൾ കൊണ്ടുവരേണ്ടത്. പോയിൻറ്റിന് ശേഷമുള്ള നമ്പർ 5നേക്കാളും കൂടുതലാണ് ഫസ്റ്റ് നമ്പർ. അപ്പോൾ നമ്മൾ ഇത് 26 അല്ല 27 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 27 ആണ്. ഇപ്പോൾ ഇത് പോയിൻറ്റിൻ്റെ അടുത്തുള്ള നമ്പർ 24 ആണെങ്കിൽ നമുക്ക് 26 തന്നെ ആൻസറായിട്ട് എടുക്കാം. ബട്ട് 6 ആയതുകൊണ്ട് നമുക്ക് 27 ആണ് നിയറസ്റ്റ് ഹോൾ നമ്പർ. അപ്പോൾ ആൻസർ 27. ക്വസ്റ്റ്യൻ നമ്പർ 23. X and Y can complete a work in 9 days and 36 days respectively. X begins to do the work and they work alternatively one at a time for 1 day each. The whole work will be completed in how many days? X ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 9 days എടുക്കും. Y ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 36 days എടുക്കും. X ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ X, Y ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. X 9 days കംപ്ലീറ്റ് ആക്കും, Y 36 days കംപ്ലീറ്റ് ആക്കും. ഇതിൻ്റെ LCM നമുക്ക് 36 ആയിട്ട് തന്നെ എടുക്കാം. 9 × 4 ആണ് 36, പിന്നെ 36 × 1 ആണ് 36. അപ്പോൾ X ഒരു ഡേയിൽ 4 യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യും ആൻഡ് Y ഒരു ഡേയിൽ 1 യൂണിറ്റ് ഓഫ് വർക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് X അല്ലേ, X 4 യൂണിറ്റ് ചെയ്യും, പിന്നെ ഉള്ളത് Y 1 യൂണിറ്റ് ചെയ്യും. അപ്പോൾ 2 days 4 + 1 5 യൂണിറ്റ് ഓഫ് വർക്ക് ആണ് നമുക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ 36ൻ്റെ അടുത്ത് 5 എന്തെങ്കിലും 5ൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടോ എന്ന് നോക്കണം. 7 × 5 35 ആണ്. അപ്പോൾ 7 × 2 days = 7 × 5 യൂണിറ്റ്. അപ്പോൾ 14 days നമുക്ക് 35 യൂണിറ്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ബാലൻസ് ഉള്ളത് 1 യൂണിറ്റ് ആണ് 14 days. 15th day എന്ന് പറയുന്നത് ഓഡാണ്. ഓഡിൽ വരുന്നത് X ആണ്. X 1 ഡേയിൽ 4 യൂണിറ്റ് ഓഫ് വർക്ക് ചെയ്യും. നമുക്ക് 1 യൂണിറ്റ് ആണ് വർക്ക് ആവശ്യമുള്ളത്. 36ൽ 1 യൂണിറ്റ് ആണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ 14 1/4 days ഈ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 24. 4 women or 6 boys can finish a work in the same number of days. A boy can finish it in 60 days. In how many days 5 women can finish the work working together every day? ഓക്കെ, ഇതിൽ 4 women അല്ലെങ്കിൽ 6 ബോയ്സ് ഒരു വർക്ക് സെയിം നമ്പർ ഓഫ് ഡേയ്സിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പിന്നെ ഒരു ബോയ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 60 ഡേയ്സ് എടുക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ 5 വിമൻ ചേർന്ന് വർക്ക് ചെയ്യുമ്പോൾ എത്ര ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ബോയുടെ ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഡേയ്സ് 60 ആണ്. അപ്പോൾ ബോയുടെ 1 ഡേ വർക്ക് 1/60 ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും എക്സിനല്ല ഈക്വൽ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. 4 വിമൻ ഈക്വൽ ടു 6 ബോയ്സ് എന്ന് ചെയ്യാം. ബോയ്സ് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 60 ഡേയ്സ് എടുക്കും. അപ്പോൾ 4 വിമൻ ഈക്വൽ ടു 6 ഇൻറ്റു 1/60. അപ്പോൾ 1 വിമൻ ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1/60 ഇൻറ്റു 4. അപ്പോൾ 1 വിമൻ്റെ 1 ഡേ വർക്കാണ് 1/40. അപ്പോൾ 5 വിമൻ്റെ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് 5 വിമൻ്റെ അല്ലേ. അപ്പോൾ 5 വിമൻ്റെ 1 ഡേ വർക്ക് 1/40 ഇൻറ്റു 5 ആയിരിക്കും. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/8. അപ്പോൾ 5 വിമൻ വർക്കിംഗ് ടുഗെദർ ആണെങ്കിൽ ആ വർക്ക് 8 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ആൻസർ. Question number 25. Virat can complete a work in 30 days and Daniel is 60% more efficient than Virat to complete the same work. Find the total time taken by Daniel to complete the work. ഈ ക്വസ്റ്റനിൽ 2 ഡേറ്റാസാണ് കൊടുത്തിട്ടുള്ളത്. വിരാട് ഒരു വർക്ക് 30 ഡേയ്സിൽ കംപ്ലീറ്റ് ആക്കും ആൻഡ് സെയിം വർക്ക് ഡാനിയൽ 60% മോർ എഫിഷ്യൻ്റ്ലി ചെയ്യും. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇത് വിരാട്ട്, ഇത് ഡാനിയലല്ലേ 60% മോർ എഫിഷ്യൻറ്റ്. അപ്പോൾ ആരാണ് മോർ എഫിഷ്യൻറ്റ് അവർക്ക് 100% കൊടുക്കണം. ഇനി ഓപ്പോസിറ്റ് ഉള്ള ആൾക്ക് 100 പ്ലസ് എത്ര പെർസെൻറ്റേജ് ആണോ മോർ എഫിഷ്യൻറ്റ് അത് ആഡ് ചെയ്യണം. അപ്പോൾ 100 പ്ലസ് 60 160 ആണ്. 160%. ഇനി വിരാട് 30 ഡേയ്സിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഡാനിയൽ എത്ര ഡേയ്സ് എടുക്കുമെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കത് എക്സ് ആയിട്ട് വയ്ക്കാം. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 160% ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 100% ഇൻറ്റു 30. പെർസെൻറ്റേജും ക്യാൻസൽ ചെയ്യാം. ഈ 0 ക്യാൻസൽ ചെയ്യാം. ഇത് 4 വെച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 16 100. 4 4s are 16. 25 4s are 100. അപ്പോൾ 4x is equal to 25 into 3. x is equal to 25 into 3 divided by 4 equal to 25 into 3 75 ആണ്. 75 divided by 4. ബട്ട് നമുക്ക് ആൻസറിൽ മിക്സഡ് ഫ്രാക്ഷൻ ഫോമിലാണ് ഉള്ളത്. ഇപ്പോൾ 75 divided by 4 ചെയ്യുമ്പോൾ 1 4 3. 35ൽ 8 4s ഉണ്ട്. 32 ആണ്. ബാലൻസ് 3. അപ്പോൾ നമുക്ക് ആൻസറിലുള്ളത് 18, ബാലൻസ് റിമൈൻഡർ 3, ഡിവിഷൻ 4. അപ്പോൾ 18 3/4 ഡേയ്സിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് സീരീസ് അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് സീരീസ് സൂണർ തന്നെ അപ്ലോഡ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ടോപ്പിക്സ് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് അടുത്തടുത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. താങ്ക്